ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഉത്തരവിറക്കിയിട്ടില്ല എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം തെറ്റാണെന്ന് തെളിയുകയാണ്. കൈമാറാൻ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചിരിക്കുകയാണ്. ബോർഡിന്റെ കീഴ്വഴക്കമനുസരിച്ച് അറ്റകുറ്റപ്പണി വന്നാൽ ആദ്യത്തെ സ്പോൺസറോട് ചോദിക്കുക എന്നതാണ് കീഴ്വഴക്കം. ഇത് പാലിക്കാതെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയ്തത്. ശ്രീകോവിലിന്റെ വാതിൽ പ്രദർശന വസ്തുവാക്കാൻ സൗകര്യമൊരുക്കിയതും ദേവസ്വം ബോർഡ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ജനം ബിഗ് ബ്രേക്കിംഗ് ആയി ഈ വാർത്ത ഈ നിമിഷം കൈകാര്യം ചെയ്യുകയാണ്. വിനീഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീഷ്, ഈ വിവാദം വന്നപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഒരു ഉത്തരവിറക്കിയില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ആ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ജനം ടി വി പുറത്തുവിടുന്നത്. കൈമാറാൻ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പത്തെ ഒരു ചരിത്രത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇത്തരത്തിൽ ഈ ശ്രീകോവിലിന്റെ വാതിൽ, അതുപോലെ ശ്രീകോവിലിന്റെ മേൽക്കൂര, ദ്വാരപാലക വിഗ്രഹം, ഇതിലെല്ലാം സ്വർണം പൊതിഞ്ഞു നൽകിയത് വിജയ് മല്യയാണ്. വിജയ് മല്യയോട് ബന്ധപ്പെടാൻ ഒരുപക്ഷെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്, ഇന്ത്യയിലല്ല. പക്ഷേ ഈ വിജയ് മല്യയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓഫീസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്പോൺസർ എന്ന് പറയുന്നത് വിജയ് മല്യയാണ്. വിജയ് മല്യയോട് ആലോചിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് ആലോചിക്കാതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി, പെട്ടെന്ന് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറുന്ന സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അവിടെ നിന്ന് തുടങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ക്രമക്കേടുകൾ. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ദേവസ്വം ബോർഡ് പറഞ്ഞു വയ്ക്കുന്നത് അത്രയും തെറ്റാണ്. ഈ ശബരിമല അയ്യപ്പന്റെ വിശ്വാസത്തെ വിറ്റുതിന്നാൻ, വിറ്റ് കാശാക്കാൻ ചിലരുടെ കൈകളിലേക്ക് ശബരിമല അയ്യപ്പനെ എറിഞ്ഞുകൊടുത്തതിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം, പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് തന്നെയാണ് എന്ന് തെളിയുകയാണ് വിവരങ്ങൾ. തീർച്ചയായിട്ടും നീലിമ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഉത്തരവ് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലാണ്. ദേവസ്വം ബോർഡ് ഒരു കാരണവശാലും 28/6/2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിന് വിപരീതമായ ഒരു നിലപാടാണ് ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത്. പ്രത്യേകിച്ച് ശബരിമല ശ്രീകോവിലിന്റെ മുൻഭാഗത്തെ ആ ഒരു ഡോറ് പാളി, ആ ഡോറ് സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് നടത്തിയ ഇന്നത്തെ പരാമർശം അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലാണ്. ഈ പോറ്റിയുടെ കയ്യിൽ, പ്രത്യേകിച്ച് നിലവിൽ ഈ ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ഉത്തരവിറക്കിയിട്ടില്ല എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാദം തെറ്റാണെന്ന് വരികയാണ്. വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് ഇറക്കിയ ആ ഉത്തരവിന്റെ പകർപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അഡ്വക്കേറ്റ് PS പ്രശാന്ത് കള്ളം പറഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ കൊടുത്തുവിട്ടത് വളരെ കൃത്യമായി ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു. വിനീഷ്, വിവരങ്ങൾ. വിനീഷ്, കേൾക്കാമോ? വളരെ കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡും സർക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ, അവിഹിത ഇടപാടുകളുടെ വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ജനം ടി വി പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രിയും DGPയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവിട്ടു. മാത്രവുമല്ല, വളരെ പരിചയമുള്ള ഒരു അടുപ്പക്കാരനോട് എങ്ങനെയാണോ മുഖ്യമന്ത്രി ഇടപെടുന്നത്, അതുപോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറോട് മുഖ്യമന്ത്രി ഇടപെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്ന മുഖ്യമന്ത്രിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കള്ളക്കളിക്കെല്ലാം കൂട്ടുനിന്നത് ദേവസ്വം ബോർഡ് ആണ് എന്ന് വരികയാണ്. ദേവസ്വം ബോർഡിന് ഒരു തരത്തിലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്തത്ര വിധത്തിലുള്ള തെളിവാണ് ജനം ടി വി ഇപ്പോൾ പുറത്തുവിടുന്നത്. കൃത്യമായ ദേവസ്വം ബോർഡ് ഉത്തരവിന്റെ പുറകെയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് എന്നുള്ള വളരെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയാണ്. ബിനീഷ്, കേൾക്കാമോ? ബിനീഷ്, നമ്മുടെ മുന്നിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ആ ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? വിനീഷ്,
നീലിമ, കൃത്യമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് അത് പച്ചക്കള്ളം, അത് തെറ്റായ വാദമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉയർത്തിയത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വരുന്നത്. 2019 മാർച്ച് മാസം ദേവസ്വം ബോർഡിൽ, പ്രത്യേകിച്ച് ശബരിമലയിലെ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായും ഒപ്പം തന്നെ അതിൽ സ്വർണം പൂശുന്നതിനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഈ ഒരു വാതിൽ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് തന്നെ അനധികൃതമായി ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ജനൻ TV ഇപ്പോൾ പുറത്തുവിടുന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. അത്തരത്തിലുള്ള ഒരു തീരുമാനം നേരത്തെ ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് അത്തരത്തിലുള്ള ഒരു നിലവിലെ നേരത്തെ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിയിട്ടില്ല എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിക്കുന്ന ഒരു ഘട്ടമുണ്ടായത്. ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. തിരുവാഭരണ കമ്മീഷണർ, ഇത് ഞാൻ വായിക്കുന്ന ഉത്തരവ് 28/6/2019 ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവാണ്. ആ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. തിരുവാഭരണ കമ്മീഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല തന്ത്രി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ശബരിമല അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിൻ്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളിയും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മകസപ്രകാരം തൂക്കമളന്ന് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം. ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ ഏതൊരു തിരുവാഭരണങ്ങളോ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണവുമായി ബന്ധപ്പെട്ട് വരുന്നതോ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഏതൊരു വസ്തുവും മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിടാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്ന് 2019 ദേവസ്വം ബോർഡ് ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൽ സ്വർണം പൂശാനായി, ആ ചെമ്പുപാളിയിൽ സ്വർണം പൂശാനായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ദേവസ്വം ബോർഡ് തന്നെ ഉത്തരവിറക്കിയിരിക്കുന്നു. അന്നിറക്കിയ ഉത്തരവിൽ നിയമവിരുദ്ധത ഉണ്ട് എന്ന് സംബന്ധിച്ചുള്ള തെളിവുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രഹസന വസ്തുവാക്കാൻ ശബരിമലയുടെ നമ്മുടെ ശ്രീകോവിലിൻ്റെ വാതിൽ അത് പ്രദർശന വസ്തുവാക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡ് തന്നെ ഒരുക്കി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും അവസാനം 2025 നമുക്ക് ഇതേ ഉത്തരവാണ്, ഇതിന് സമാനമായ ഒരു ഉത്തരവായിരുന്നു 2025 ദേവസ്വം ബോർഡ് ഇറക്കിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒരു കാരണവശാലും ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിലാണ്. ഒരു തരത്തിലും കൈമാറുമ്പോൾ ഒരു സ്പോൺസർക്ക് ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള വസ്തു അതിനെ അറ്റകുറ്റപ്പണികൾക്കോ സ്വർണം പൂശാനോ കൈമാറുമ്പോൾ അദ്ദേഹത്തിന് കൈമാറാൻ പാടില്ല. അത് തിരുവാഭരണ കമ്മീഷണർ ആരാണോ തിരുവാഭരണത്തിൻ്റെ ചുമതലയുള്ള ആ കമ്മീഷണർ തന്നെ നേരിട്ട് ആ ഒരു വസ്തുവിനോടൊപ്പം ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള തിരുവാഭരണമോ മറ്റേത് തരത്തിലുള്ള വസ്തുവാകട്ടെ അതിനോടൊപ്പം യാത്ര ചെയ്യേണ്ടതുണ്ട്. ആ സ്ഥലത്ത് എവിടെ വെച്ചാണോ ഇത് പണി ചെയ്യുന്നത് അതെല്ലാം തന്നെ തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിലാകണം എന്ന ഒരു നിബന്ധന നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആ നിബന്ധനകളെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് 2019 മാർച്ച് മാസം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് അന്ന് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന അത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കിയിട്ടില്ല എന്നായിരുന്നു ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വാതിലുമായിട്ട് ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശാനായി ബംഗളൂരിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നത് സംബന്ധിച്ചുള്ള രേഖകൾ ഉണ്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ അദ്ദേഹം അതിൽ കള്ളം പറയുന്ന ഒരു സാഹചര്യം ദേവസ്വം ബോർഡ് പറഞ്ഞത് ഇത്തരത്തിലാണ്. അങ്ങനെ ഒരു ഓർഡർ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ദേവസ്വം ബോർഡ് അന്ന് ഇറക്കിയത് തിരുവാഭരണ കമ്മീഷണറുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു വാതിലും കൊണ്ടുപോകേണ്ടത് എന്ന ഒരു തീരുമാനമായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നതായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് വാദിച്ചത് 2019. പക്ഷേ അത് അങ്ങനെയല്ല, മറിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് സംബന്ധിച്ചുള്ള തെളിവുകളാണ് ഇപ്പോൾ ജനൻ TV പുറത്തുവിടുന്നത്. ആ ഒരു ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിലാണ്. ഞാൻ ഒരിക്കൽ കൂടി ആ ഉത്തരവ് വായിക്കാം. ഉത്തരവിൽ പറയുന്നത് ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ശ്രീകോവിലിൻ്റെ
കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളിയും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മഹസ്റ്റർ പ്രകാരം തൂക്കമളന്ന് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വയ ഇഷ്ടപ്രകാരം എന്തും ചെയ്യാമെന്ന തരത്തിലേക്ക് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറണം എന്നതാണ് ഈ 2018 ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ നിയമപ്രകാരം ഒരു കാരണവശാലും ദേവസ്വം ബോർഡിൻ്റെ ഏതൊരു വസ്തുവും അങ്ങനെ കൈമാറാൻ നിയമമില്ല. പക്ഷേ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് അന്ന് അത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇറക്കിയത് എന്നതാണ്. അതിനുശേഷം മറ്റൊരു കാര്യം പറയുന്നത്, തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാം, ദേവസ്വം ബോർഡിന് കീഴിലുള്ള യാതൊരു വസ്തുവും, പ്രത്യേകിച്ച് തിരുവാഭരണം പോലുള്ള വസ്തുക്കൾ, സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുക്കൾ, ശബരിമലയിൽ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ പവിത്രമായ ശ്രീകോവിലിൻ്റെ ആ വാതിൽ പണി ചെയ്യുന്നതിനായി, സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വയ ഇഷ്ടപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് വഴിവിട്ട നീക്കങ്ങൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്വതന്ത്രമായി ഈ വാതിലുകൾ ഉപയോഗിക്കാനായി, ഏത് തരത്തിൽ വേണം ഉപയോഗിക്കാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്ന് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇറക്കുന്നത്. ആ ഉത്തരവിൽ തന്നെ അന്ന് തന്നെ വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വതന്ത്രമായി ഈ വാതിൽ നൽകിയതിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഒരു വാതിലിനെ, ശബരിമലയിലെ പവിത്രമായ ശ്രീകോവിലിൻ്റെ വാതിലിനെ പ്രഹസന വസ്തുവാക്കി മാറ്റിയത് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഉത്തരവ് ദേവസ്വം ബോർഡ് ഇറക്കിക്കൂടാ എന്ന നിയമം നിലനിൽക്കെ തന്നെയാണ് ദേവസ്വം ബോർഡ് വഴിവിട്ട നീക്കം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് പറഞ്ഞത്. ബിനീഷ്, ഒരു സെക്കൻഡ്.